അവിടെ ഒന്ന് രണ്ട് വീട്ടിൽ ആ വീട്ടിൽ പൈസ കൊടുത്ത് അങ്ങനെ പൈസ കൊടുക്കുന്ന മോശം കാൻഡിഡേറ്റിൽ പോയിട്ട് പൈസ കൊടുക്കുന്ന മോശം വിലസെന്താ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. ആ ഭാഷ എനിക്ക് മനസ്സിലായില്ല. പൈസ കൊടുത്തില്ലേ? എന്റെ മൊബൈലല്ലേ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ. ഈ പെണ്ണുങ്ങളാണ് അവിടെ വരാൻ പോകുന്നത്. നിർത്തിച്ചു ഇപ്പൊ തന്നെ എൽ ഡി എഫുകാരുടെ എനിക്ക് പറയാനുള്ളത് ഇപ്പം നിർത്തിച്ചു. എന്തായാലും BJP എന്തായാലും ഇവരിറക്കിയ പൈസ കൊണ്ട് കുറെ പേരെ വോട്ട് പിടിച്ചിട്ടുണ്ടാവും. UDF ആൾക്കാരെ കുറെ പേര് ഇവർ വോട്ട് പിടിച്ചിട്ടുണ്ടാവും. UDF വോട്ട് ചെയ്യുന്ന കുറെ പേര് ഇവർ BJP ആക്കി ഉണ്ടാവും. എനിക്ക് പറയാനുള്ള LDF ഉറപ്പായിട്ട് വോട്ട് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർ എന്തുകൊണ്ടും UDF വോട്ട് ചെയ്തിട്ട് ഭൂരിപക്ഷം അയാൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, രക്ഷപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. പിഷാരടി എന്തുകൊണ്ടും നല്ലൊരു കാൻഡിഡേറ്റാണ്. NMR റസാഖിൻ്റെ ബിരിയാണി നമ്മൾ ഹോട്ടലിൽ പോയി തിന്നിട്ട് ആളെ വിജയിപ്പിച്ചു കൊടുത്തോളൂ. അല്ലാണ്ട് ഈ പെണ്ണുങ്ങൾ അവിടെ വന്നാൽ ഇനി ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ BJPൻ്റെ വൃത്തികെട്ട ഭരണം ഇവരിലൂടെ കേരളത്തിലേക്ക് വന്നു തുടങ്ങും. ഇവർ കുറെ പൈസ ഉണ്ടാക്കാൻ വരിക എന്നല്ലാണ്ട് വേറൊന്നുമല്ല. തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർക്ക് ഈ കൊടുക്കാൻ വേണ്ടി ഹോട്ടലിൽ 5 കോടി എത്തിച്ച കേസിൽപ്പെട്ട BJP ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെക്കാണ് കേരളത്തിന്റെ ചുമതല. അപ്പോൾ ശിവരാജ് സിംഗ് ചൗഹാൻ കഴിഞ്ഞ ദിവസം വന്ന് നടത്തിയ വർഗീയ പ്രസംഗം നമ്മുടെ മുന്നിലുണ്ടല്ലോ. അപ്പോൾ ശോഭാ സുരേന്ദ്രന് വേണ്ടി സിമി സജീവിനെ മഹാരാഷ്ട്രയിൽ നിന്ന് എത്തിച്ചിരിക്കുന്നത് ഈ തുകകൾ എല്ലാ സ്ഥലത്തും എത്തിക്കാനാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ കൊട്ടിക്കലാശത്തിന്റെ സമയത്ത് എല്ലാവരും കൊട്ടിക്കലാശത്തിൽ മുഴുകി നിൽക്കുമ്പോൾ ഇവർ സാരി വിതരണത്തിന് തിരക്കിലായിരുന്നു. 285.69 കോടിയാണ് കേട്ടോ. അവരെ സംബന്ധിച്ച് 12,164 കോടി രൂപയുടെ ആസ്തിയുണ്ട്. അങ്ങനെ ആസ്തിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പണം കൊടുത്ത് എല്ലായിടത്തും ഭരണം വാങ്ങാം. എന്തൊക്കെ മാർഗങ്ങളുണ്ട്? കോടി രൂപയാണ്. അതാണ് MLA-മാരെ വിലയ്ക്ക് വാങ്ങാം. അതല്ലെങ്കിൽ വോട്ട്. എനിക്ക് പറയാനുള്ള ഇയാൾക്ക് വോട്ട് ചെയ്ത് ഇയാളെ ജയിപ്പിക്കുക എന്ന് മാത്രമേ LDFകാരോട് എനിക്ക് പറയാനുള്ളത്. നാളെ LDF വോട്ട് ചെയ്യുന്ന ആൾക്കാർ ഇയാൾക്ക് വോട്ട് ചെയ്ത് രക്ഷിക്കുക. എന്നാലേ BJP എന്ന വൃത്തികെട്ട രാഷ്ട്രീയം കേരളത്തിൽ വരാണ്ട് നിൽക്കുള്ളൂ.